വ്യോമ പ്രതിരോധം എപ്പോഴും പഴുതുകൾ ഉള്ളത് തന്നെയാണ്. ഇപ്പോൾ പഴുതുകൾ അടച്ച വ്യോമ പ്രതിരോധ സംവിധാനമാണ് അയൺ ഡോം. ഡോം എന്ന് പറഞ്ഞാൽ ഒരു കുട പോലെ വിരിഞ്ഞു നിൽക്കുന്ന ഒരു സ്ട്രക്ചറല്ലേ. അത് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയത്, ഇരുമ്പ് കൊണ്ടല്ല ഉണ്ടാക്കിയത്, അതൊരു കാൽപ്പനികമായ സംഭവമാണ്. തറയിൽ നിന്നും നൂറുകണക്കിന് ആയിരക്കണക്കിന് മിസൈലുകൾ പല ഭാഗത്തു നിന്ന് ആകാശത്തേക്ക് അയച്ചുകൊണ്ട് ആകാശമാർഗം വരുന്ന മിസൈലുകളെയും റോക്കറ്റുകളെയും ഡ്രോണുകളെയും തകർക്കുക എന്ന ഒരു രീതിശാസ്ത്രമാണല്ലോ അയൺ ഡോമിന് പിന്നിലുള്ളത്. അതിന് ദീർഘദൂരം മിസൈലുകളായി വരുന്ന മിസൈലുകളെ തകർക്കുന്നതിന് വളരെ ദൂരേക്ക് പോയി തന്നെ ആകാശത്ത് വെച്ച് തകർക്കുന്നത് ആരോ സിസ്റ്റവും, ഒരു ഇൻ്റർമീഡിയറ്റ് റേഞ്ചിൽ വരുന്നത് തകർക്കുന്നതിന് ഡേവിഡ് സ്ലിംഗ്, ദാവീദിൻ്റെ കവണ എന്ന രൂപത്തിലും, അതുപോലെ ഏറ്റവും അടുത്ത് വരെ എത്തുന്ന മിസൈലുകളെ പോലും തകർക്കാൻ വളരെ ഷോർട്ട് റേഞ്ചിൽ പോലും എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് തകർക്കുന്ന ആ അവസാന പ്രതിരോധ കോട്ടയെ അയൺ ഡോം എന്നും അവർ വിളിച്ചിരുന്നു. ഇതെല്ലാം കൂടി ചേർത്ത് മൊത്തത്തിലും വിളിക്കുന്നത് അയൺ ഡോം എന്ന് തന്നെയാണ്. പക്ഷേ അത് തകർത്തുകൊണ്ട് നൂറുകണക്കിന് ഡ്രോൺ അവശിഷ്ടങ്ങളും ഡ്രോണുകളും മിസൈലുകളും തന്നെ റോക്കറ്റുകളും ഇസ്രയേലിൻ്റെ മണ്ണിൽ പതിച്ചു എന്നത് സത്യസന്ധമായ ഒരു കാര്യമാണ്. പക്ഷേ അതിന് നാശനഷ്ടങ്ങളുടെ തോത് കൃത്യമായി അവലോകനം ചെയ്യാനായിട്ടുമില്ല. കാരണം സെൻസർഷിപ്പാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതേ സെൻസർഷിപ്പാണ് അതിന് പ്രധാനപ്പെട്ട കാരണം. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? മുൻ യുദ്ധങ്ങളിൽ സംഭവിച്ചതിനേക്കാൾ കൂടുതൽ നാശനഷ്ടങ്ങൾ ഇസ്രയേലിൽ സംഭവിക്കുന്നത് എന്തുകൊണ്ട്? നമ്മൾ ഈ മഹാഭാരത യുദ്ധത്തിലൊക്കെ കാൽപ്പനികമായി നമ്മൾ ഉപയോഗിക്കുന്ന എടുക്കുമ്പോൾ 1 അസ്ത്രമാണ്, തൊടുക്കുമ്പോൾ 10, കൊള്ളുമ്പോൾ 100 എന്ന രീതിയിൽ അസ്ത്രത്തിൻ്റെ ഒരു പ്രഹരശേഷിയെക്കുറിച്ച് പറയുമല്ലോ. ഇതൊരു പക്ഷേ നിറം പിടിപ്പിച്ച കഥയാകാം, അല്ലെങ്കിൽ അതൊരു കാൽപ്പനികതയുടെ ഒരു ലൈസൻസ് നമുക്കത് കൊടുക്കാം. ഇത് കാൽപ്പനികതയൊന്നുമല്ല. ഒരൊറ്റ മിസൈൽ ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് പതിക്കുന്ന ആ ട്രാജക്ടറി, ഭൂമിയിലെത്തുന്നതിന് കിലോമീറ്ററുകൾക്ക് മുൻപ് തന്നെ ആകാശത്ത് വെച്ച് തന്നെ നൂറുകണക്കിന് ചെറിയ കഷ്ണങ്ങളായി ചിതറി ബോംബുകൾ വിഘടിച്ച് അത് നൂറുകണക്കിന് ഇടങ്ങളിൽ പതിക്കുമ്പോൾ അതിനെതിരെ എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും? ഒറ്റ മിസൈലായി അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണെങ്കിൽ അതിനെ എതിടാൻ പറ്റും, അതിനെ നശിപ്പിക്കാൻ പറ്റും. ഇതാണ് ക്ലസ്റ്റർ ബോംബ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലസ്റ്റർ തന്നെ പലതരത്തിലുള്ള ക്ലസ്റ്റർ ഡിവൈസസ് ഉണ്ട്. ഇത് ഐക്യരാഷ്ട്ര സംഘടനയുടെ എല്ലാ പ്രോട്ടോക്കോളുകൾ അനുസരിച്ചും ഇത് പൂർണ്ണമായി നിഷിദ്ധമാണ്. കാരണം ഇതിനെതിരെ ഒരു പ്രതിരോധമില്ല. അതായത് സാധാരണ ഒരു മിസൈൽ തൊടുക്കുന്നത് എന്തിനാണ്? കൃത്യമായ ഒരു ഒബ്ജക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്ത് പ്രിസിഷനോടുകൂടി ആ ഒബ്ജക്റ്റ് ഹിറ്റ് ചെയ്യുക. അതൊരു മിലിറ്ററി ഇൻസ്റ്റലേഷൻ ആകാം, അല്ല എങ്കിൽ ഏതെങ്കിലും ഒരു തന്ത്രപ്രധാനമായ സ്ഥലമാകാം, ഏതെങ്കിലും നേതാക്കളുടെ ഭവനമാകാം. അവിടെ മാത്രമാണ്. അതാണ് പ്രിസിഷൻ ബോംബിംഗ്. സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ, വിത്ത് സർജിക്കൽ പ്രിസിഷൻ. ആ സ്ഥലങ്ങൾ മാത്രം. അല്ലാതെ വാരി വലിച്ച് ബോംബുകൾ വാരി വിതറുക എന്നത് കാടത്തമാണ്. പക്ഷേ ചില സമയത്ത് അങ്ങനെയുള്ളത് നടത്തേണ്ടി വരുന്നു. വിയറ്റ്നാമിൽ അമേരിക്ക നടത്തിയ ബോംബിങ് വലിയ കിരാതമായ ബോംബിങ്ങാണ്. വിയറ്റ്കോങ് ഗറില്ലകളെ അമേരിക്കയ്ക്കെതിരെ അവിടെ പോരാടി നിന്ന തീവ്ര ഇടതുപക്ഷ റാഡിക്കൽ ഗറില്ലകളെ തുരത്താൻ ഒരു രീതിയിലും പറ്റാതെ വന്നപ്പോൾ അവിടെ നാപ്പാം ബോംബുകൾ ഉപയോഗിച്ചു. ആ സ്ഥലം മുഴുവൻ ഉരുക്കിക്കളയുകയാണ്. ആ ചെടികളും മരങ്ങൾ, ജൈവസമ്പത്ത് എല്ലാം തന്നെ നഷ്ടപ്പെടുകയാണ്. അതുപോലെ കാർപ്പറ്റ് ബോംബിങ് മുഴുവൻ തന്നെ, ആ തറയേറിയ മുഴുവൻ തന്നെ ചിതറി, മാലപ്പടക്കം പോലെ ചിതറി വീഴുന്ന കാർപ്പറ്റ് ബോംബിങ്, ഇതെല്ലാം തന്നെ അനുവദനീയമല്ല. ഒന്നും യഥാർത്ഥത്തിൽ ഒരു ബലപ്രയോഗവും അനുവദനീയമല്ല എന്ന് പറയുമ്പോഴും യുദ്ധത്തിൽ, ആധുനിക യുദ്ധത്തിൽ പോലും പുലർത്തേണ്ട ചില മര്യാദകളും സാമാന്യ ശീലങ്ങളും ഉണ്ട്, ആരോഗ്യപരമായ ശീലങ്ങളുമുണ്ട്. ഇതെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് അമേരിക്ക ഇറാന് മേൽ പെയ്തിറങ്ങിയത്. സ്വാഭാവികമായി ഇറാൻ്റെ ഭാഗത്തു നിന്ന് വന്ന തിരിച്ചടിയിലും ഇതുപോലെയുള്ള ബോംബുകളുണ്ട്. പക്ഷേ IDF വിവരിക്കുന്നത് പോലെ മൊത്തം ഇറാൻ വിട്ട മിസൈലുകളുടെ പകുതിയും ക്ലസ്റ്റർ ഡിവൈസസ് ആയിരുന്നു എന്നതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. കാരണം അത്രയധികം ക്ലസ്റ്റർ ഡിവൈസസ് ഇറാൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇറാൻ്റെ ശക്തി അവർ പറയുന്നതിനേക്കാൾ, ഇറാൻ തന്നെ ക്ലെയിം ചെയ്യുന്നതിനേക്കാൾ കൂടുതലുണ്ട് എന്ന് ഇസ്രായേൽ സമ്മതിച്ചു കൊടുക്കുന്നതിന് തുല്യമാവും. അത്രയധികം ക്ലസ്റ്റർ ബോംബുകൾ ഇറാൻ ഇസ്രായേലിന് മേൽ വർഷിച്ചു എന്ന് പറയുമ്പോൾ ഇതെല്ലാം തന്നെ യുദ്ധസമയത്ത് കേൾക്കുന്ന ഈ നമ്പേഴ്സ്, ഈ ഒരു എണ്ണത്തെക്കുറിച്ചുള്ള അവകാശവാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇതൊക്കെ തന്നെ ചില പ്രത്യേക ലക്ഷ്യം നേടാൻ വേണ്ടിയും അല്ല എങ്കിൽ ചില ന്യായീകരണങ്ങൾക്ക് വേണ്ടിയും ഒക്കെ പടച്ചു വിടുന്നതാണ്. ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നതും അതുണ്ടാക്കിയ നാശനഷ്ടം അത് സാധാരണക്കാരുടെ മേലും വന്ന് വീണിട്ടുണ്ടാകുമെന്നും കൊളാറ്ററൽ ഡാമേജുകൾ വളരെ കൂടുതലായിരുന്നു എന്നും രണ്ട് കൂട്ടത്തിലും, രണ്ട് വിഭാഗങ്ങളിലും, രണ്ടിടങ്ങളിലും, ഇറാനുള്ളിലും ഇസ്രായേലിനുള്ളിലും സമാനമായ നാശനഷ്ടങ്ങൾ ഉണ്ടായി കാണാം എന്നും നമുക്ക് നിരീക്ഷിക്കാവുന്നതാണ്. ഒരു യുദ്ധത്തെക്കുറിച്ച്
പൊതുവെ നമ്മളെല്ലാം ചിന്തിക്കുന്നത് ഒരു സൈനിക ശക്തികൾ തമ്മിലുള്ള പോരാട്ടം. പക്ഷേ ആധുനിക യുദ്ധം അങ്ങനെയല്ല. സൈനിക പോരാട്ടം ഒരു വഴിയിൽ നടക്കുന്നു, അതുകൊണ്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, മിക്കതും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതുമില്ല. അതിനെ വെച്ചുകൊണ്ട് നമ്മൾ ഇന്ന വിഭാഗം മുന്നിട്ട് നിൽക്കുന്നു, ഇന്ന വിഭാഗത്തിന് തോൽവി, പിന്നോട്ടടിക്കുന്നു എന്നിങ്ങനെയുള്ള നിറം പിടിപ്പിച്ച കഥകൾ പറഞ്ഞുകൊണ്ട് പലരും ഇതിനെ ഒരു ഗെയിമായി കണ്ട് ഉല്ലസിക്കുകയാണ്. പക്ഷേ യുദ്ധത്തിന് പിന്നിലെ ഒബ്ജക്റ്റീവ് മറുപക്ഷത്തെ, ഏത് രാജ്യത്തെയാണ് ആക്രമിക്കുന്നത് ആ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ കൂടി പൂർണ്ണമായി അട്ടിമറിച്ചുകൊണ്ട്, ഡീറെയിൽ ചെയ്തുകൊണ്ട് തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനുള്ള, തങ്ങളുടെ ഒരു സുസറിൻറ്റി, സുപ്രമസി അവിടേക്ക് പെർപ്പച്വേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് യുദ്ധം. അമേരിക്ക നടത്തിയത് സമാനമായ ഒരു നീക്കമാണ്. ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾ, ഇറാൻ്റെ സമ്പത്തില്ലാത്ത രാജ്യമല്ല ഇറാൻ എന്നോർക്കണം. അപ്പോൾ ഇറാൻ്റെ ഭരണവ്യവസ്ഥയെ അട്ടിമറിച്ചുകൊണ്ട്, ഇറാൻ്റെ ഭരണകൂടത്തെ നിയന്ത്രിച്ചുകൊണ്ട്, മാറ്റിക്കൊണ്ട്, തങ്ങൾക്ക് ഇഷ്ടമുള്ള ഭരണകൂടത്തെ സ്ഥാപിച്ചുകൊണ്ട് ഇറാൻ്റെ വിഭവങ്ങൾക്ക് മേൽ ആത്യന്തികമായ ഒരു നിയന്ത്രണം നേരിട്ടെടുത്തുകൊണ്ട് പോവുക എന്നതല്ല. അമേരിക്കൻ കമ്പനികൾക്ക് അവിടെ വ്യവസായം ചെയ്യാൻ, വാണിജ്യം ചെയ്യാൻ, കച്ചവടം ചെയ്യാൻ, ഗവേഷണം ചെയ്യാൻ, പരിവേഷണം നടത്താൻ, എണ്ണ കുഴിച്ചെടുക്കാനുള്ള അനുമതി, അവകാശം, അതിൽ നിന്നുണ്ടാകുന്ന നേട്ടങ്ങൾ, ഇതൊക്കെ തന്നെയാണല്ലോ അന്തിമമായ ഉദ്ദേശം. പക്ഷേ ന്യായമായി പറയാൻ സാധിക്കുന്നത് ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വം, അമേരിക്കയ്ക്കെതിരെ തന്നെ വരാൻ സാധ്യതയുള്ള വെല്ലുവിളി, ആണവ വിപത്ത്, അതൊക്കെ ന്യായീകരണത്തിന് വേണ്ടി പറയാവുന്നതേ ഉള്ളൂ. ഇത് വ്യക്തമായി തിരിച്ചറിയാവുന്ന രാജ്യവുമാണ് ഇറാൻ. ഇറാൻ അവരുടേതായ രീതിയിൽ ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇറാൻ എവിടെ വേദനിക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറാനെ പ്രഹരിച്ചത്. അതുകൊണ്ട് ഇറാൻ അതേ തന്ത്രം മറുപക്ഷത്ത് പയറ്റുന്നു. എവിടെയാണ് അമേരിക്കയ്ക്ക് വേദനിക്കുക, എവിടെയാണ് ഇസ്രായേലിന് വേദനിക്കുക? അതിൻ്റെ ഉത്തരം സമ്പദ് വ്യവസ്ഥയാണ്. അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ താങ്ങി നിർത്തുന്നത് ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, സ്റ്റോക്ക് മാർക്കറ്റുകൾ, അല്ലെങ്കിൽ വെൽത്ത് ജനറേറ്റ് ചെയ്യുകയോ ട്രാൻസ്മിറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സമിതികൾ, സ്ഥാപനങ്ങൾ. അങ്ങനെയെങ്കിൽ 2-3 കാര്യങ്ങളിൽ ഇറാൻ ശ്രദ്ധ ചെലുത്തുന്നു. യുദ്ധം സൈനികമായി പോരാടുന്നതിനോടൊപ്പം തന്നെ 2-3 കാര്യങ്ങൾ ഇറാൻ പറഞ്ഞു. ഒന്ന്, ഡോളർ അധിഷ്ഠിത വ്യാപാരം നടത്തുന്ന എണ്ണ കപ്പലുകൾക്ക് ഹോർമൂസ് കടക്കാൻ ഞങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല. അതേസമയം ചൈനീസ് കറൻസിയായ യുവാൻ അധിഷ്ഠിതമായ വ്യാപാരം നടക്കുന്നുവെങ്കിൽ അതിന് ഉള്ള കപ്പലുകൾക്ക് യഥേഷ്ടം പോകാം, ഞങ്ങൾ സംരക്ഷണം നൽകാം. അപ്പോൾ അതിനർത്ഥം എന്താ? ഡോളർ ബേസ്ഡ് എണ്ണ കച്ചവടം, പെട്രോ ഡോളർ എന്ന കോൺസെപ്റ്റ് തന്നെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. അത് ഇറാൻ മാത്രം വിചാരിച്ചാൽ അവസാനിക്കില്ല, ദീർഘകാലമായൊരു ക്രമമാണ്, നമുക്കറിയാമല്ലോ. പക്ഷേ സൗദി അറേബ്യയും UAEയും എല്ലാം തന്നെ അമേരിക്കയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും മോചിച്ച് കൊണ്ടുവരിക, മാറി ചിന്തിക്കാൻ, ഈ ഡോളർ ബേസ്ഡ് വിധേയത്വം എന്തിനാണ് നിങ്ങൾ ഇനി പുലർത്തുന്നത്, മാറി ചിന്തിച്ചുകൂടെ എന്ന് അവരോട് പറയുകയാണ്. അതാണ് ഒരു തന്ത്രം, അമേരിക്കയോട് ഉള്ള ഒരു വിലപേശൽ. അത് മാത്രമല്ല, അമേരിക്ക ആക്രമിച്ചത് തന്നെ ഇങ്ങനെയൊരു ഡോളറിനൊരു വീക്ക്നെസ് ഉണ്ടാകാം, ഡോളറിനെ ഉപേക്ഷിച്ചുകൊണ്ട് റഷ്യയും ചൈനയും ഇന്ത്യയും ഇറാനും ഒക്കെ കച്ചവടം നടത്തിയാൽ എന്താവും ഡോളറിൻ്റെ സ്ഥിതി? ഇതെല്ലാം ചിന്തിച്ചുകൊണ്ടാണല്ലോ ഇറാനെതിരെ യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടത്. ആണവ വിപത്ത് എന്നത് മാത്രമല്ലായിരുന്നു എന്നാണ് ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പിന്നെ ഇറാൻ ഒരു പടി കൂടി കടന്നു. ഖത്തർ എന്ന രാജ്യം വലിയ ഒരു നിഷ്പക്ഷ രാജ്യമാണെന്ന് സ്വയം ക്ലെയിം ചെയ്യുന്നു. ഹൂതികളോടും ഹമാസിനോടും ഹിസ്ബുള്ളയോടും ഇറാനോടും അമേരിക്കയോടും ഇസ്രയേലിനോടും ഒക്കെ തന്നെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരു പരിധിവരെ ഗൾഫ് പ്രദേശത്തെ GCC മേഖലയിലെ സ്വിറ്റ്സർലൻഡ് എന്നാണ് ഖത്തർ സ്വയം വിളിക്കുന്നത്. അതിലൊരു വലിയ വൈരുദ്ധ്യവുമുണ്ട്. എന്താണ്? ഇവിടെയാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യോമതാവളമായ അൽ ഉദൈദ് അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്നു. അതേസമയം ഹമാസിൻ്റെ നേതാക്കൾ അവിടെ വന്ന് കൂടിയാലോചന നടക്കുന്നു. ഇസ്രായേൽ തകർക്കാൻ ആഗ്രഹിക്കുന്ന ഹമാസിൻ്റെ നേതാക്കൾ അവിടെ വന്നു. ഇസ്രായേൽ അവരെ ആക്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇറാൻ കഴിഞ്ഞ യുദ്ധത്തിലും ഖത്തറിലെ അമേരിക്കൻ എയർബേസ് ആക്രമിച്ചു. അതേ ഖത്തറാണ് വാതകത്തിൻ്റെ ഏറ്റവും വലിയ ഭീമമായ ശേഖരമുള്ള LNG CNG ശേഖരമുള്ള ലോകത്തിൻ്റെ ഏതാണ്ട് 1/3 വാതക വിപണിയെ നേരിട്ടോ അല്ലാതെ കൺട്രോൾ ചെയ്യുന്ന രാജ്യമാണ് ഖത്തർ. ഖത്തറിൽ പ്രശ്നം ഉണ്ടായതുകൊണ്ടാണല്ലോ ഇന്ത്യയിൽ, ഖത്തറിൽ നിന്നുള്ള പ്രകൃതിവാതക വരവ് നിലച്ചതുകൊണ്ടാണല്ലോ ഇന്ത്യയിൽ ഇത്രയധികം LNG LPG പ്രതിസന്ധി ഉണ്ടായതും. അതേ ഖത്തറിൻ്റെ മറ്റൊരു മുഖമാണ് സാമ്പത്തിക മുഖം. ലോകത്തെ ഏറ്റവും വലിയ HSBC ഉൾപ്പെടെയുള്ള, സിറ്റി ബാങ്ക് ഉൾപ്പെടെയുള്ള ഏറ്റവും വലിയ അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് ആൻഡ് യൂറോപ്യൻ ബാങ്കുകളുടെ മധ്യ പൗരസ്ത്യ പ്രദേശത്തെ ഏറ്റവും വലിയ സമുച്ചയം, കേന്ദ്രം ഖത്തറിലാണ്, ദോഹയിലാണ്.
അപ്പോൾ ബാങ്കിങ് കേന്ദ്രങ്ങൾ ഞങ്ങൾ ആക്രമിക്കും. സാധാരണ ഒരു യുദ്ധത്തിൽ പറയുന്നൊരു കാര്യമല്ല. ഇപ്പം ഇറാൻ തെരഞ്ഞു പിടിച്ച് ഖത്തറിൻ്റെയും UAEയുടെയും ദുബായ്, അബുദാബി പോലെയുള്ള സ്ഥലങ്ങളും ബാങ്കിങ് കേന്ദ്രങ്ങൾ കൂടിയാണ്. അപ്പോൾ ബാങ്കിങ് കേന്ദ്രങ്ങളെ, എണ്ണ കേന്ദ്രങ്ങളെ മാത്രമല്ല ബാങ്കിങ് കേന്ദ്രങ്ങളെ ആക്രമിക്കും എന്ന ഭീഷണി നന്നായി ഫലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ച് അമേരിക്കൻ പൗരന്മാരായ ബാങ്ക് ജീവനക്കാർ, അമേരിക്കൻ സിറ്റിസൻസ്, പല കാര്യങ്ങളിലായി ബിസിനസ് ആവശ്യത്തിന് വേണ്ടി മധ്യപൗരസ്ത്യ പ്രദേശത്ത് തങ്ങുന്നവർ, അവരോടെല്ലാം തന്നെ സ്ഥലം കാലിയാക്കി നേരെ അമേരിക്കയ്ക്ക് വിട്ടോളാനാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം മറ്റൊരു തലത്തിലേക്ക് യുദ്ധം കൊണ്ടുപോകുന്നതിൽ ഇറാൻ വിജയിച്ചു. അത് ന്യായമാണ് എന്നല്ല പറയുന്നത്. പക്ഷേ കേവലം ഒരു സൈനിക പോരാട്ടം എന്ന നിലയിൽ അമേരിക്കയെ പരാജയപ്പെടുത്താൻ ഇറാനാവില്ലല്ലോ. ഒരുപക്ഷെ യുദ്ധം എങ്ങുമെങ്ങും അവസാനിക്കുക, സമനിലയിൽ പിരിയാൻ സാധിക്കും. രണ്ടു കൂട്ടർക്കും വിജയം ക്ലെയിം ചെയ്യാൻ കഴിയും. പക്ഷേ അമേരിക്കയ്ക്ക് പിന്തിരിയണമെങ്കിൽ ഒന്നുകൂടെ ആലോചിച്ച് പിന്തിരിയാൻ അവസരമാണ്. ബാങ്കിങ് മേഖല ഉൾപ്പെടെ പൂർണ്ണമായി അപ്സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്കയിൽ തന്നെ അതിനെതിരെ വലിയ മുറവിളി ഉണ്ടാകും. അമേരിക്കൻ ബാങ്കുകളിലും ഇതിൻ്റെ സ്പൈറലിംഗ് ഇഫക്റ്റിൽ അമേരിക്കയിലെ പല ബാങ്കുകൾക്കും ബുദ്ധിമുട്ടുണ്ടാകും. ട്രാൻസാക്ഷൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ഒരു ദീർഘകാലമായി ഒരു അരനൂറ്റാണ്ട് കൊണ്ട് കെട്ടിപ്പടുത്ത ഒരു സംവിധാനം പെട്ടെന്ന് സപ്ലൈ ലൈൻസ് കട്ട് ചെയ്താൽ, എണ്ണ മാത്രമല്ല ബാങ്കിങ് സേവനങ്ങളും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാകുന്ന. ഫിനാൻഷ്യൽ മാർക്കറ്റ്, ഓഹരി വിപണി, അതുപോലെ ബാങ്കിങ്, ഇൻഷുറൻസ് സെക്ടർ, അവിടേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിക്കുന്നു. ഒന്നും വേണ്ട, ഓഹരി വിപണി തന്നെ നോക്കൂ. ഓഹരി വിപണി തന്നെ തകർന്നടിയുമ്പോൾ, യുദ്ധത്തിൻ്റെ കാർമേഘങ്ങൾ വരുമ്പോൾ തന്നെ ഓഹരി വിപണി തകർന്നു തുടങ്ങും. യുദ്ധം മൂർധന്യത്തിലാകുമ്പോൾ വൻ തകർച്ചയാണ്. കോർപ്പറേറ്റുകൾ വേദനിക്കും, ബ്ലീഡ് ചെയ്യും കോർപ്പറേറ്റുകൾ. അന്നോർക്കണം, ഓരോ വർഷം, ഓരോ ദിവസം കഴിയുന്തോറും യുദ്ധത്തിൽ ദശലക്ഷക്കണക്കിന് ഡോളറുകളാണ് ഓരോ വ്യക്തിയുടെയും സ്ഥാപനങ്ങളുടെയും ഒക്കെ ഈ ആസ്തി മൂല്യത്തിൽ, അല്ലെങ്കിൽ നെറ്റ് അസറ്റ് വാല്യൂവിൽ കുറവ് വരുന്നത്. അത് സഹിക്കാനാവാത്തതാണ്. അതുകൊണ്ട് യുദ്ധം തീർക്കണമെന്ന മുറവിളി സാമ്പത്തിക രംഗത്തു നിന്ന്, അമേരിക്കയ്ക്കുള്ളിൽ നിന്നും, അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ നിന്നും ഈ മുറവിളി ഉണ്ടാകും. ഈ മരണം അവസാനിപ്പിക്കൂ. ഇത് നന്നായി അറിയാവുന്നതുകൊണ്ടാണ് ഇറാൻ ഇങ്ങനെയൊരു രീതിയിലേക്ക് നീങ്ങിയത്.